അമ്മയ്ക്ക് മേടിച്ച ചെരുപ്പ് അപ്പൊ പറഞ്ഞു വെള്ളം മേടിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഏതോ ഒരു വ്യൂവർ പറഞ്ഞായിരുന്നു ഗോതമ്പ് പുട്ട് കണ്ടപ്പോ ഗോതമ്പ് പുട്ടിന്റെ റെസിപ്പി തരുമോന്ന. ചില കറികൾ നമ്മള് അന്ന് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വരുമ്പോ ഒരു 2-3 കൊല്ലത്തേക്കുള്ള ബ്ലൗസും കൊണ്ടാ ഞാൻ വന്നത്. നല്ല പവറിലാ വന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ചൂട് കോഫിയാണ് മുന്നിലിരിക്കണേ. ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രം കഴിച്ചു. ബ്രൂ കോഫി, ഗോതമ്പ് പുട്ട്, ചെറുപഴം, എനിക്ക് അരിപ്പുട്ട്, ചെറുപഴം. ഇന്നിവിടെ എല്ലാം ലേറ്റ് ആണ്, കാരണം അവധി ദിവസമല്ലേ. അത് തന്നെയല്ല, ഇന്നലെയൊക്കെ ഒരുപാട് ഞാൻ 2 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു 2:15 ലൈറ്റ് കെടുത്തിയത് എന്നാ എനിക്ക് തോന്നാതെ. അത് കഴിഞ്ഞും സമയം വൈകി. പക്ഷെ മഴയും പെയ്തു. കൊടുക്കട്ടെ കേട്ടോ. പുട്ടിനിവിടെ പതിവ് രീതികളൊക്കെ തന്നെയാ. വ്യത്യാസമൊന്നുമില്ല. അവധിയാണെങ്കിലും പുട്ട് തന്നെ. അതെ, പുട്ട് ഇടണോ. അമ്മ കഴിച്ചോ? ഇല്ല, അതെ എന്റെ ചുടാൻ വെച്ചേക്കും. അവധി ദിവസം ആയതുകൊണ്ട് ഇന്ന് പതിവ് തെറ്റിച്ചൊരു സ്ഥലം വരെ പോണം. കുറച്ച് കഴിയുമ്പോ ഒരു പടം എടുക്കട്ടെ പുട്ടിന്റെ. ഒന്നും പറയാ ഒരു കാര്യം. ഏതോ ഒരു വ്യൂവർ പറഞ്ഞായിരുന്നു ഗോതമ്പ് പുട്ട് കണ്ടപ്പോ ഗോതമ്പ് പുട്ടിന്റെ റെസിപ്പി തരുമോന്ന. ഗോതമ്പ് പുട്ട് ചെയ്യണത് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു ദിവസം നനച്ച് ചുടുന്നത് കാണിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അത് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നാള് ഒരു വീഡിയോയുടെ കമന്റിന്റെ അടിയിൽ ഞാൻ കണ്ടായിരുന്നു റെസിപ്പി തരുമോന്നും ചോദിച്ചു. ഓക്കെ ഓക്കെ. ഞാൻ കഴിച്ചു, കുടിക്കാൻ മാത്രമേ ഉള്ളൂ. കാപ്പി കുടിച്ചു. ഇവര് രണ്ടുപേരും കൂടെ ഒരു 10:30 ആകുമ്പോഴത്തേക്കും ജംഗ്ഷനിലേക്ക് ഒന്ന് പോകും. ജംഗ്ഷനിലല്ല കേട്ടോ, ഇവിടെ അടുത്ത 2 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്റെ പുട്ട ഉത്രാട തലേന്ന് വൈകിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇൻസ്റ്റന്റ് പാലട മിക്സ് കൊണ്ട് പായസം തയ്യാറാക്കിയത്. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ല ഏത്തക്ക മാത്രം വറുത്ത് വെച്ചു. ഇവളോട് ശർക്കര വരട്ടി ഇവള് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവളോട് കാവറുത്ത വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവള് സ്വല്പം സാമ്പിള് കാവറുത്തവും വാങ്ങിച്ചു. അത് ഓണാവുമ്പോ ഇവിടെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടേ. അപ്പൊ ചിപ്സും ശർക്കര വരട്ടിയും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന രസം. അപ്പൊ അത് മാത്രമേ നമ്മുടെ ഇവിടെ കുക്കിംഗ് ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നലെ കുറച്ച് സാമ്പാർ വെച്ചായിരുന്നു, അത് ഫ്രിഡ്ജിൽ ഇപ്പോഴും കുറച്ച് ഇരിപ്പുണ്ടോ. അത് പിന്നെ പാവയ്ക്ക കിച്ചടി നമ്മൾ ഉണ്ടാക്കി, അത് ഞങ്ങൾ ഒരു പാവയ്ക്ക കൊണ്ട് ഒരു നേരത്തേക്ക് മാത്രം ഉണ്ടാക്കിയുള്ളൂ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാം. എന്റെ അഭിപ്രായം ഞാൻ പറയണ കേട്ടോ, ഷെയർ ചെയ്യണതാ. വൈകിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ വൈകിട്ട് കഴിച്ചതങ്ങ് തീർക്കണം. പിറ്റേ ദിവസത്തേക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ചില കറികൾ നമ്മള് അന്ന് തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. അതായത് അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഉച്ചക്കാണ് ഏറ്റവും ബെസ്റ്റ് അത് ഉണ്ടാക്കി കഴിക്കാൻ. അതെ, ഈ ചൂട് സമയം തൈരൊക്കെ ആയതുകൊണ്ട് ഉച്ചക്കാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് ഞങ്ങൾ ഒരു കുഞ്ഞു പാവയ്ക്ക പറിച്ചുണ്ടാക്കി ഞങ്ങൾ എല്ലാവരും സമ്പുഷ്ടിയായിട്ട് അത് കഴിച്ചു തീർത്തു കേട്ടോ. അത് മാത്രമേ ഓണത്തിന്റെ വിഭവമായിട്ട് നമ്മൾ ചെയ്തോളൂ. 2 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കറി കിറ്റ് മേടിക്കും. പ്രത്യേകിച്ച് ഈ വീഡിയോ പരിപാടി തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം അപ്പൊ പിന്നെ ബാക്കിയുള്ള പരിപാടികൾക്ക് പൂവിടല്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇതിൻ്റെയോടനുബന്ധിച്ചുണ്ടാവും. അപ്പൊ കറി അങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗകര്യമല്ലേ. അത് കാരണമാണ് അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ അത് കിട്ടുകയും ചെയ്യും. നമ്മൾ അറിയാവുന്ന ഒരു സ്ഥലമാണ്. കറി കിറ്റിന് മാത്രമായിട്ട് എത്രയാ ചാർജ് വരുന്നത്? 1000 എത്രയാപ്പേ? 1500 രൂപയാണ് കറി കിറ്റിന്റെ. പായസം ഇല്ലാതെ കേട്ടോ. പായസത്തിന് എന്തോ സെപ്പറേറ്റ് വേറെ റേറ്റാ. അപ്പൊ ഓക്കെ ഓക്കെ. തേൻ ഒഴിക്കണില്ലേ ഇന്ന്? പാകത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ മധുരം ഉണ്ടോ? മധുരം ഉണ്ടോന്നോ? മധുരമേ ഉള്ളൂ. ഇച്ചിരി മധുരം കുറഞ്ഞ അമ്മ തിന്നൂല. അപ്പൊ അമ്മയും തിന്നുന്നുണ്ട്. കിളികളും പുതിയ ഇടം ചേക്കേറുന്നതാണെന്ന് തോന്നുന്നു. അവരും തിരുവോണം ആഘോഷിക്കുക. എന്ത് ശബ്ദാന്ന് നോക്കിയേ. അതേട്ടോ, അമ്മയ്ക്ക് മേടിച്ച ചെരുപ്പ് അപ്പൊ പറഞ്ഞു വെള്ളം മേടിക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടം നീലയാന്ന്. ഇതല്ലേ ഈ കളറല്ല, വള്ളി. അതെന്നാ അമ്മയ്ക്ക് മറ്റേതാണോ ഇഷ്ടം? വെള്ളം. ഞാൻ മാറ്റി മേടിച്ചു. എനിക്ക് ഇങ്ങനത്തെ വേണ്ടത്. ചെളി പറ്റൂന്ന് ഇത്. എന്നോട്
പറഞ്ഞോണ്ടാ ഞാൻ മേടിച്ചത്. ഞാൻ പൊക്കോളാം. ഇത് മഹാ ചെളിയാവും, അതാ എപ്പോഴും തേച്ച് വീഴാൻ. എനിക്ക് ഈ ഇങ്ങനത്തെ ആകുമ്പോൾ കളറ് ഉള്ളതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അവിടെ ഇരിക്കുന്നത് വെക്കാനുമ്പോൾ ചോറ് എടുക്കാം. എനിക്ക് ഈ പാല് ചേർത്തുള്ള എല്ലാ പായസങ്ങളും വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇവനെ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇറ്റ്സ് വെരി യമ്മി. ഒറ്റയടിക്കൊരു 2 കപ്പ് എനിക്ക് കുടിക്കാൻ പറ്റും കേട്ടോ അത്. പക്ഷെ ഞാനിപ്പോൾ കുടിക്കുന്നില്ല, പല തവണകളായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. എത്രയായാലും മധുരമല്ല. പിന്നെ ഓണം പോലെയുള്ള ഫെസ്റ്റീവ് ഒക്കേഷന് ഇത്തിരിയൊക്കെ മധുരം കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാമല്ലോ. പല സാധനങ്ങളിലും ഷുഗറൊക്കെ ഒന്ന് കുറച്ചിട്ട് ബാലൻസ് ചെയ്യാം എന്നോർത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓണത്തിന് പായസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നല്ല ചൂടുണ്ട്, നല്ല രുചി. കാതിൽ കിടക്കണമുണ്ടോ? കാതൊന്ന് സൂം ചെയ്യട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. അമ്മയുടെ കിടിലം മാലയെ പറ്റിയാ. മാല ഇട്ടിട്ടില്ല, അല്ല കമ്മല് പഴയതാണ്, ഞാൻ ഇട്ട് വെച്ചതാട്ടോ. നിങ്ങളാരും കണ്ടിട്ടില്ലായിരിക്കും. അത് ഇന്ന് പോയി എടുത്ത് നാളെ കൊണ്ട് വെക്കുകയും ചെയ്യണം. അതെ, എൻ്റെ ലോക്കറ്റും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് മാലയിൽ സെറ്റപ്പ് ആക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് ചെടിനാനാ. അതിന്റെ മണി പോവാതെ നോക്കണം കേട്ടോ. പനിക്കൂർക്ക നോക്കിയതേ, ഗോൾഡ് ആയതുകൊണ്ട് പിന്നെ മണി പോവില്ലായിരിക്കും. നോക്കാം. ആ ഗോൾഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും രാത്രി കിടന്ന് ഒലയോ നോക്കും. ഒലയും. ഇതാ കൃഷ്ണ. കൃഷ്ണകിരീടം. പൂ തരുവോ ഞങ്ങക്ക് ഓണത്തിന്? ഓണത്തിന് പൂ തരുവോ? മാട്ടമുണ്ട്. അത് വാടിപ്പോയെന്ന് വന്നു, നോക്കിക്കേ. ഇത് വാടിപ്പോയെന്ന് വന്നുള്ളൂ. അത് കൃഷ്ണകിരീടായിരുന്നോ? വാടിയിട്ടില്ല, ചാഞ്ഞു പോയതാ. അല്ല, ചാഞ്ഞു പോയത് കൃഷ്ണകിരീടം അല്ല. കൃഷ്ണകിരീടം പോയി അവിടത്തെ. ആ താഴെ നിന്നത് നാളെ വാടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. ജസ്റ്റ് ഒരു കാഷ്വൽ റോഡ് ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ ചെറിയൊരു യാത്ര അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്നേരം മഴയുള്ള സമയമായിരുന്നു. അതുകൊണ്ടാണ് മൊത്തത്തിൽ മഴയുടെ ഒരു അന്തരീക്ഷം മുറ്റത്തൊക്കെ കാണാം. നല്ല നനഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ഇല്ലേ. അപ്പോൾ അത് ആ മഴയുടെ അവശേഷിപ്പുകളാണ്. പിന്നെ അമ്മയ്ക്ക് മേടിച്ച ആ ചെരുപ്പൊന്ന് മാറ്റി മേടിക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നീല ഇഷ്ടമല്ല അപ്പയ്ക്ക്. അമ്മയുടെ ചെരുപ്പ് വൈറ്റ് ബാറാ ഇഷ്ടം. വൈറ്റ് അല്ല, വൈറ്റില് ബ്രൗൺ പോലത്തെ ബാർ ഇപ്പൊ ഇട്ടേക്കണം. ഓർഡിനറി ബാറല്ല, വാറ്. അതെ, എന്നൊക്കെയാ അമ്മ പറയണത്. വൈകുന്നേരം ആകുമ്പല്ലേ അത് മാറണം. അമ്മ കണ്ടോ, ഇപ്പൊ ഗേറ്റ് അടയ്ക്കല് ഒരു പ്രശ്നമായി മാറിയിട്ടാണ്. എവിടെ പോയാലും ഗേറ്റ് തുറക്കുക, ഗേറ്റ് അടയ്ക്കുക, ഗേറ്റ് തുറക്കുക, ഗേറ്റ് അടയ്ക്കുക. ഇതാണ് പ്രധാന പരിപാടി. പുറത്തേക്ക് കയറാം. ഗേറ്റ് അടച്ചോണ്ടിരിക്കുക. ഗേറ്റൊക്കെ അടച്ചോ? ഗേറ്റ് അടച്ചു. അതിപ്പോ ഒരു ചടങ്ങായില്ലേ. അതെ, ഇപ്പൊ അതൊരു വലിയ പടിയായി മാറി. മറ്റത് ഫ്രീ ആയിട്ട് അങ്ങ് പോകായിരുന്നു, ഇപ്പൊ അതൊരു പടിയായി. ഇവിടെ ഗേറ്റ് അമ്മ അടച്ചു. അപ്പൊ ആദ്യം പോകുന്നത് ചെരുപ്പ് കടയിട്ടാണ്. ചെരുപ്പ് കട ഇപ്പൊ എത്തും കേട്ടോ. അപ്പൊ അമ്മ അവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ ഇട്ട സാരി തന്നെയാണല്ലോ അമ്മ ഇന്ന് ഇട്ടിരിക്കുന്നത്. മഴയായതുകൊണ്ട് പിന്നെ ഇവിടെ ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് ആൻഡ് പിക്കപ്പ് ഉണ്ട്. അമ്മേനെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അമ്മേനെ തന്നെ പിക്കപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം അമ്മയ്ക്ക് ചെരുപ്പ് മേടിച്ചത് ഞാനും അപ്പയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പറ്റിയ കളർ ആയില്ല അത്രേ. അത് എന്താ ചെയ്യാല്. ഇനിയിപ്പോൾ അമ്മ തന്നെ അവിടെ നിന്ന് അത് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം തന്നെ മേടിച്ചാറിന് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ മാറ്റി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കുത്തൂത്തുള്ള കിട്ടിയാ ചുമപ്പ് നീലയുണ്ട്. അപ്പോൾ നീല ഓൾറെഡി ഉണ്ടല്ലോ, ചുമപ്പ് തുളഞ്ഞോണ്ടിരിക്കും. ആദ്യം അമ്മ പറഞ്ഞു വിട്ടില്ലേ 140 രൂപയാന്ന്. അതാ ഇത് കണ്ടപ്പോ തന്നെ ഞാൻ എടുത്തേ 140 രൂപ. അപ്പൊ പിന്നെ ഇതങ്ങ് മേടിച്ചോണ്ട് പോന്നു. അമ്മക്ക് ഇപ്പൊ വെള്ള വേണ്ടാന്ന് ആരറിഞ്ഞു. ഇഷ്ടം പോലെ പുള്ളിയുടെ അടുത്തിരിപ്പുണ്ട്, പല കളർ. അല്ല സൈസ്, ഈ സൈസ് നീലയും ചുമപ്പും ഉണ്ട്. ഞാൻ ചുമപ്പ് എടുത്തത്. അപ്പൊ അമ്മ എങ്ങനെയാ പറഞ്ഞു കുത്തുകുത്തുള്ളതെന്ന് പറഞ്ഞു. കുത്തുകുത്തുള്ളതെന്ന്. പുള്ളി ഭയങ്കര ചിരി.
അപ്പൊ പിന്നെ കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. സൈസ് കറക്റ്റ് ആണോ? പിന്നെ ആരക്കുന്നത്ത് തിരക്കൊക്കെ ഉണ്ട്. തിരക്കുണ്ട്, വൈകുന്നേര സമയല്ലേ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ ആയിരുന്നു ബ്ലൗസ് സ്റ്റിച്ചിങ് എനിക്ക്. ആണോ? പുറക്കാട്ടിൽ ടെക്സ്റ്റൈൽസ് തിരക്ക് നിർത്തി. ഇവിടെ എന്ന് പറഞ്ഞ കല്യാണത്തിന് മുമ്പ് വരെ പുറക്കാട്ടിൽ ടെക്സ്റ്റൈൽസ്. ഞാൻ വരുമ്പോ ഒരു 2-3 കൊല്ലത്തേക്കുള്ള ബ്ലൗസും കൊണ്ടാ ഞാൻ വന്നത്. അതിനെ യഹേ എന്ന് പറഞ്ഞ സാരിക്ക് എല്ലാത്തിനും ബ്ലൗസ് ഉണ്ട്. 2-3 കൊല്ലത്തേക്കോ? പിന്നെ ബ്ലൗസ്. അതിനുശേഷം അവിടെ തയ്യൽക്കട അപ്പ സാധാരണ കൊടുക്കുന്ന രാമകൃഷ്ണനുണ്ട്. അപ്പൊ രാമകൃഷ്ണന്റെ അവിടെ ചെന്നപ്പോ രാമകൃഷ്ണൻ പറയുവാണ്, പിറവത്തെ പാഴൂര് ഇച്ചാച്ചൻ അവിടെ പിള്ളേർക്ക് നിക്കറ് തയ്പ്പിക്കുന്നു, ജോബിന് വരുന്നു. അതെങ്ങനെ കണ്ടുപിടിച്ചെന്നറിയില്ല. പാന്റ് ചെയ്തു കൊടുക്കും അങ്ങനെ. അത് ശരി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഈ 2 വർഷത്തേക്കുള്ള തുണിയായിട്ട് അങ്ങനെയൊക്കെ വരും എല്ലാരും. അതിക്രമായി പോയി. അപ്പൊ 2 വർഷത്തേക്ക് പിന്നെ അപ്പയൊന്നും മേടിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഈ 2-3 വർഷമായിട്ട് അപ്പ ഒന്നും മേടിച്ചു കൊടുത്തില്ല. അതിന്റെ ആവശ്യമില്ലെന്നാ. ഞാൻ അങ്ങനെയാന്ന് വന്നത്. ഞാൻ ചുമ്മാതെയൊന്നും അല്ല, ഇച്ചിരി പവറിലാ അത് പറഞ്ഞു. നല്ല പവറിലാ വന്നത്. ജെസ്സി ആന്റി ഒക്കെ എപ്പോഴും പറയുമായിരുന്നു, എന്തെല്ലാം സാധനങ്ങളായിട്ടാ വന്നേന്ന്. അപ്പൊ ഈ 2-3 വർഷം ആവുമ്പോഴേക്കും ട്രെൻഡ് മാറില്ലേ? ട്രെൻഡ് മാറണമെന്നല്ല, പുറകിലേക്ക് കൈത്തറ അല്ല, അന്ന് ഹൈനെക്ക് ബ്ലൗസാ, ചോളി ബ്ലൗസ് എന്നാ പറയണേ. ഹൈനെക്ക് ബ്ലൗസുമായിട്ടാ വന്നെ. അത് ട്രെൻഡ് തന്നെ മാറണം. പിന്നെ സ്ഥിരം കോട്ടസാരി കോട്ടസാരിയല്ലേ യൂസ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, സിൽക്ക് സാരിയും കസവ് സാരിയും ഉണ്ട് അത്യാവശ്യം. കോട്ടസാരിയാണ് കൂടുതലും. അപ്പം അങ്ങനെ കുറച്ച് കൊച്ചു അല്ലറ ചില്ലറ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയ ഒരു ചെറിയ റോഡ് ട്രിപ്പായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ നന്നായിട്ട് തിരിച്ച് ജോലികളിലേക്കൊക്കെ പ്രവേശിച്ചോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണും വരേക്കും. ബൈ, ടേക്ക് കെയർ, സീ യു.